വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നവരുടെ ലക്ഷ്യം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒരിക്കലും നാം ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് മാത്രം. സ്വന്തം മനോവൈകല്യങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന് മനസ്സിലാക്കി വാക്കുകളെ അവഗണിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ശ്രമിക്കുക. അവസാനിച്ചു പോയ ബന്ധങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത് പൊട്ടിയ കണ്ണാടി ചേർത്ത് ഒട്ടിക്കുന്നതും ഒരുപോലെയാണ്. എത്രയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചാലും പഴയ ഭംഗി തിരിച്ചു കിട്ടില്ല. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാവുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക. കാരണം കൂടെയുള്ളവർ ഏതു നിമിഷം വേണമെങ്കിലും മാറാം. നമ്മുടെ സന്തോഷം നമ്മുടെ ഉത്തരവാദിത്വമാണ്. മറ്റൊരാളിൽ നിന്നും നമ്മൾ സന്തോഷം പ്രതീക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും നിരാശരാകേണ്ടി വരും. വരാനുള്ളവർ വരും, പോകാനുള്ളവർ പോകും. ആരെയും നിർബന്ധിച്ച് നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിക്കാതിരിക്കുക. കാരണം സ്നേഹവും പരിഗണനയും സ്വയം അറിഞ്ഞ് പകർന്നു കൊടുക്കേണ്ടതാണ്, അല്ലാതെ പിടിച്ചു വാങ്ങി എടുക്കേണ്ട ഒന്നല്ല. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ ആയെന്നു വരില്ല. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല. അത് സ്നേഹമായാലും. നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കാതെ ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ പുതിയ തുടക്കം കുറിക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് ബുദ്ധിശാലി. സങ്കടങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായെന്ന് വരില്ല. സ്വയം അംഗീകരിക്കുക, സ്വയം ബഹുമാനിക്കുക, സ്വയം സ്നേഹിക്കുക. കാരണം നിങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ മറ്റാരുമില്ല. ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിലായിരിക്കാമെന്നത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിയും, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയും. സാഹചര്യങ്ങളെ പഴിചാരാതെ നമ്മുടെ സമയത്തിനും പരിമിതികൾക്കും അനുസരിച്ച് ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിച്ചു തുടങ്ങുക. ഇന്നല്ലെങ്കിൽ നാളെ വിജയം നമ്മളെ തേടിയെത്തും. പരിഗണനയാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി. സ്നേഹമാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നന്മ. നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ഒരു വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല. സ്വയം ബഹുമാനമുള്ളവർ ആയിരിക്കുക. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല. അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. വിജയത്തിൻ്റെ ഏറ്റവും ശക്തമായ ഘടകം ആത്മവിശ്വാസമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങളത് അർഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. വ്യക്തിത്വം എന്നത് ജീവിതത്തെ ഫലപ്രദമായി നയിക്കാൻ ആവശ്യമായ പ്രേരക ശക്തിയാണ്.